ഒന്നാമത്തെ കാര്യം, ഇത് കാസ, എനിക്ക് ഇപ്പോൾ കേസിന്റെ വിശദാംശം അറിയില്ല. കാസ ഒരു സംഘപരിവാർ ഏജൻസിയാണ്. സംഘപരിവാറിന്റെ ഉൽപ്പന്നമാണ് കാസ. അതുകൊണ്ട് തന്നെ സംഘപരിവാറിന്റെ കമ്മ്യൂണൽ പോളറൈസേഷനുള്ള സാമൂഹ്യ സ്പർദ്ധ, മതസ്പർദ്ധ ഒക്കെ വളർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ഉപകരണമായിട്ടാണ് കാസയെ സംഘപരിവാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവർ തന്നെ സൃഷ്ടിച്ചെടുത്തൊരു ഏജൻസിയാണ്. ഈ നീക്കവും ഈ പറയുന്ന ഓർഗനൈസേഷനെ അവരുടെ ഈ പറയുന്ന രാഷ്ട്രീയ തീരുമാനത്തിന്റെ, സംഘപരിവാറിന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കേസ് ഇപ്പോൾ ഇന്നലത്തെ കൂടി കേസിന്റെ സുപ്രീം കോടതി ഡെവലപ്മെന്റ് നോക്കിയാൽ പ്രധാന കേസായി പരിഗണിക്കുന്ന 5 കേസുകളിൽ ലീഗിന്റെ കേസില്ല. മറ്റ് കക്ഷികളുടെ കേസുകളാണ് പ്രധാനപ്പെട്ട 5 കേസുകളായി പരിഗണിക്കുന്നത്. തന്നെയുമല്ല, ഇതിനെ എതിർക്കുക എന്ന് പറയുന്നത് BJP തന്നെ എതിർക്കുക വെച്ചാൽ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട്, ആക്ടിനെ അനുകൂലിച്ചുകൊണ്ട് ഇവർ തന്നെ വിവിധ കക്ഷികളും ഇതിനകം മുൻപോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രചരണത്തിന് വേണ്ടിയുള്ള തന്ത്രമായിരിക്കാം. ഒപ്പം അതോടൊപ്പം തന്നെ അവരുടെ കമ്മ്യൂണൽ പോളറൈസേഷൻ, ഇതിലൂടെ ഈ പ്രചരണത്തിലൂടെ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ ഇത്തരം ശക്തികളെ നമ്മൾ തള്ളിക്കളയാണ് വേണ്ടത്. കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതിക്ക് ഒട്ടും ഗുണം ചെയ്യുന്ന സംഘടനകളല്ല ഇതൊന്നും. കേരളത്തിന്റെ ഇന്നലകളിലുള്ള സാമൂഹ്യ വളർച്ച, അഭിമാനകരമായ കേരളത്തിന്റെ സാമൂഹിക പുരോഗതിയിൽ നിന്നും 1 രൂപയുടെ സംഭാവന ചെയ്യാൻ ഇന്നലകളിൽ സാധിച്ചിട്ടില്ലാത്ത സംഭവങ്ങളാണ് ഈ സംഘപരിവാർ ഓർഗനൈസേഷൻസ്. കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതിയിൽ എന്ത് സംഭാവന ചെയ്യുന്നുണ്ട്? സമ്പൂർണ്ണ സാക്ഷരത അവർക്ക് റോളുണ്ടോ? കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതി, എല്ലാവരെയും സ്കൂളുകളിലേക്ക് എത്തിച്ച് എത്രയോ പോലെ എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നുണ്ട്. കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങൾ, നവോത്ഥാന കാലം മുതൽ ഇങ്ങോട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ പുരോഗമന കേരളത്തെ പിളർത്താൻ, മനുഷ്യനെ സാമൂഹ്യമായി വിഭജിക്കാൻ വേണ്ടി സംഘപരിവാർ കേരളത്തിൽ വിവിധ സംഘടനകളെ കെട്ടുകാഴ്ചയായി ഇറക്കിയിട്ടുണ്ട്. മുനമ്പം എന്ന് പറയുന്ന വിഷയത്തിൽ വളരെ അവധാനതയോടുകൂടിയാണ് കേരള ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. ഒരാൾക്കും അവിടെ ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം വളരെ അവധാനതയോടെ നിയമത്തൂന്നി, എന്നാൽ വളരെ ഭംഗിയായ പ്രശ്നം പരിഹരിക്കാനുള്ള ശേഷി കേരളത്തിലെ ഗവൺമെന്റിനുണ്ട്. ഇപ്പൊ കേരള ഗവൺമെന്റ് അതിന് ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റാണ് കേരള ഗവൺമെന്റ്. ഗവൺമെന്റ് അത് സംബന്ധിച്ചൊരു നിലപാട് വ്യക്തമായി കഴിഞ്ഞു. അവിടെ ഒരാൾക്കും ഒരു പ്രയാസവും നേരിടാൻ പറ്റാത്ത വിധം തന്നെ ആ ഒരു നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുന്ന പ്രശ്നമാണ്. അതിനെങ്ങനെ പരിഹരിക്കാമെന്നാക്കാം. അതിന് പരിഹാരമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് എടുത്തു പിടിക്കുന്നത് യഥാർത്ഥത്തിൽ തെറ്റായ കാര്യമാണ്. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ നിലപാടോടുകൂടി കേരള ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉൾപ്പെടെ എടുത്ത നിലപാടുകൾ ശരിയാണ് എന്ന് ശരിവെക്കുന്നതാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള പുതിയ നീക്കങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ വീണ്ടും ഈ പ്രശ്നത്തെ സങ്കീർണമാക്കാനും കേരളത്തിൽ മതപരമായ ഒരു സംഘർഷത്തെ വളർത്തിയെടുക്കുന്നതിനും ബോധപൂർവമായുള്ള ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത്. അതിന് അവരുടെ തന്നെ ഉൽപ്പന്നമായ കാസയെ ഉപയോഗിക്കുന്നതാണ് ഈ കാണുന്ന കാഴ്ച.